ഈ പാട്ടിൽ ഇതൊന്നും കിട്ടുന്നില്ല. എന്ത് കൂലി നമ്മള് കണ്ടില്ലേ? കൂലി കണ്ടതിന് ശേഷം ഈ പാട്ട് കേൾക്കാനുള്ള ഇതുവരെ പോയിട്ടുള്ള എല്ലാവർക്കും കാര്യം പറയാല. എടാ രാവിലെ മുതൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഉറങ്ങിയിട്ടില്ല മരെ. മിനിഞ്ഞാന്ന് നമ്മൾ ഉറങ്ങിയത് മനസ്സിലായി. ഇന്നലെ സ്ട്രീം കഴിഞ്ഞിട്ട് അതിന് ശേഷം ഉറങ്ങിയില്ല. ഇപ്പം പച്ചക്ക് ഉറങ്ങാണ്ടാ ഉള്ളത് മനസ്സിലാ. ഉറങ്ങാണ്ട് എല്ലയും വന്ന് ഇപ്പം പച്ചയിലാണ് ഉള്ളത് മനസ്സിലാ. ഉറങ്ങിയിട്ടില്ല. കാരണം ഇത് രാവിലെ മുതൽ ഹൈപ്പ് കയറിയിട്ട് ഈ സാധനം കാണാൻ വേണ്ടിട്ട് ഹൈപ്പ് കയറിയിട്ടില്ല. ഉറക്കം വരെ കിട്ടാണ്ട് നമ്മൾ കാത്തു തന്നെ പോയി കണ്ട് സ്കൂളിൽ നിന്ന് ടൂർ പോകുന്ന പോലെ വൈകുന്നേരം പോയിട്ട് കണ്ട്. വൈകുന്നേരം ടിക്കറ്റ് കിട്ടിയത് എല്ലാവരും ഒരുമിച്ച് പട പോലെ വാനര പടനെയും കൂട്ടിട്ട് പോകുന്ന പോലെ പോയിട്ട് കണ്ട്. സിനിമ കണ്ടപ്പോ ഉറക്കം കിട്ടി. അതാണ് പറയേണ്ടത്. ഉറങ്ങാൻ വരെ വിടുന്നില്ലല്ലോ. ഇത് ഇടക്കിടക്ക് എന്റെ മോനെ എന്തെല്ലാം ആവേശമായിരുന്നല്ലേ. ഇത്രയും വൃത്തിയായിട്ടൊരു പടം എനിക്ക് അറിയില്ല. ഇങ്ങനെ നെഗറ്റീവ് രജനീകാന്തിനെ കുറിച്ച് അല്ലെങ്കിൽ നെഗറ്റീവ് പറയാൻ പറ്റുമോ എനിക്കറിയില്ല. പക്ഷെ പറയാണ്ടിരിക്കാൻ കഴിയില്ല മോനെ. സംഭവം രജനീകാന്തിന്റെ പ്രശ്നമല്ല. ഇത് എനക്ക് വന്ന് ലോകേഷ് ഹൈപ്പ് വാരി എറിഞ്ഞ് അത്രയും എക്സ്പെക്ടേഷൻ ഇതും ഇങ്ങനെ പൊന്തിച്ച് ബലൂണ് പോലെ ഊതി വീർപ്പിച്ചിട്ട് ഇത് L2 പോലെ ആയത്. L2 എന്ത് എമ്പുരാൻ 2? എടാ എമ്പുരാനിൽ എന്ത് ലെവല് പടമാണ് ഇത് വെച്ച് നോക്കുമ്പോ. ഇതെന്താ എന്ത് സംഭവം? കൂലി ഫുള്ള് കാലിയാണ്. ഒന്നുമില്ല. ഇവര് ഡ്രസ് ചേഞ്ച് ചെയ്യാണ്ട് ഇങ്ങോട്ട് കയറണ്ട പറഞ്ഞാല് സാധനം എല്ലാം എങ്ങനെങ്കിലും സെറ്റ് ചെയ്യണ്ടേ. സാധനം ഒപ്പിച്ചിട്ട് വാ. അപ്പൊ കണ്ടവര് മാത്രം പറ. വെറുതെ വന്നിട്ട് ടൈപ്പ് ചെയ്യല. കണ്ടവര് മാത്രം ജെന്യുവൻ ആയിട്ടൊന്ന് അഭിപ്രായം പറഞ്ഞു. സൗബിനാണ് ഓക്കെ. സൗബിന് ആ ഒരു കയ്യടി അറിയിക്കുന്നുണ്ട്. സൗബിനാണ് കൂലി മൊത്തമായിട്ട് ക്യാരി ചെയ്തത് സൗബിനാണ്. സൗബിന്റെ പടമാണിത്. സൗബിന് വില്ലനാണെങ്കിലും സൗബിനാണ് ഈ പടം മൊത്തം ക്യാരി ചെയ്തത്. പെർഫോം ചെയ്തത് സൗബിനുള്ളതുകൊണ്ടാണ് പടം മുന്നോട്ട് പോയത്. കാര്യം പറയല്ലോ മൊത്തത്തിൽ ഇതെന്താണ് അമീർ ഖാനെ കൊണ്ടുവന്നത് നമ്മളെ പള്ളീന്റെ ഇപ്പുറത്തുള്ള അമീർ ഖാനെ കൊണ്ടുവന്ന പോലെ കാര്യം. ഒരു ബീഡിയും കൊടുത്തിട്ട് വിട്ട്. ഇതാണ് സംഭവം. റോളക്സിന്റെ എൻട്രിയെല്ലാം വെച്ച് നോക്കുമ്പോ ഇത് എന്ന് പറഞ്ഞാൽ വെറും 10 പൈസക്ക് കൊള്ളാത്തൊരു സാധനം. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്. നമ്മൾ ഈ കഴിഞ്ഞ എത്ര ദിവസമായി, ഒരാഴ്ച 2 ആഴ്ചയായിട്ട് എല്ലാ ദിവസവും നമ്മൾ ഇവിടെ വന്നിട്ട് പറയുന്നത് കൂലിക്കൊണ്ട് ഇങ്ങനെ ഹൈപ്പ് കയറ്റി 14-ാം തീയതിക്ക് കാത്തുനിന്ന് ഉറങ്ങ പോലും ചെയ്യാണ്ട് ഉറങ്ങ പോലും ചെയ്യാണ്ട് പോയിട്ട് കണ്ടേ. നമ്മൾ വിചാരിച്ച് കൂലി കണ്ട പവറിൽ നേരെ വന്ന് ലൈവ് ചെയ്യാം. കൂലിന്റെ ഇത് പറയാ ഫുള്ള് ഇന്ന് സെലിബ്രേഷൻ. ആ മൈൻഡിലല്ല നിന്നത്. ഇത് കണ്ടോടുകൂടി മൂട് പോയില്ലേ. ഇത് എന്ത് ലൊട്ടപ്പടാന്നത്. നാഗാർജുന നല്ല വേറൊരാളുണ്ട്. അതായത് അയാൾ ആരാണെന്ന് ആർക്കും അറിയില്ല. അയാൾക്ക് ഭയങ്കര ഇൻട്രോ എല്ലാം കൊടുത്തില്ല. അതായത് ഒരു റൂമിന്റെ ഉള്ളിൽ പൂട്ടിയിട്ട ഒരാളാണ്. അത് പടം തുടങ്ങുന്ന മുതൽ കാണിക്കുന്നുണ്ട്. റൂമിന്റെ ഉള്ളിൽ ആരോ പൂട്ടിയിട്ടിന്. അയാളെ എൻട്രി ഇങ്ങനെ നമ്മളിങ്ങനെ കാത്തിക്കുന്നത്. ലാസ്റ്റ് ഭയങ്കര BGM എല്ലാം കൊടുത്തിട്ട് അയാള് ഇങ്ങനെ ഇറങ്ങി വരുന്നത്. ശരിക്കും നമ്മളെ നൗഷാദ് ഇറങ്ങി വരുന്നത്. എന്തോ ഒരു എന്തായാലും പേരെന്താന്നൊന്നും അറിയില്ല. ഉദയോ ഉദയ് റാവോ അങ്ങനെ എന്തോ കൂലി കാസ്റ്റ് അടിച്ചാ മതി. എല്ലാം മണ്ടന്മാരനല്ല. കൂലി കാസ്റ്റ് ഇവൻ ഉപേന്ദ്ര റാവു എന്ന് പറഞ്ഞിട്ട് ഈ നൗഷാദ് കാക്കാനെ എന്തിനാണ് കൊണ്ടുവന്നത്? ഇയാൾ എന്തിനാണ് പടത്തിൽ വന്നത്? അതായത് ഇയാളിങ്ങനെ വന്നിട്ട് രജനീകാന്തിന്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതായത് ഇന്നലെ നമ്മളെ മഞ്ഞ വന്നിട്ടില്ലേ, ഇന്നലെ നമ്മളെ മഞ്ഞ കളറ് മറ്റേ ഡ്രസ്സ് ഇട്ടിട്ട് യെല്ലോ കിക്ക് യെല്ലോ കിട്ടിയ ചങ്ങായില്ലേ, ആ ചങ്ങായി വന്നിട്ട് എന്റെ അടുത്ത് നിന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഒരാളുണ്ട് ഓളെല്ലാം ഉള്ളതുകൊണ്ട് പിന്നെ അങ്ങനെ എന്റർടൈനിങ് കുറച്ചെങ്കിലും സൗബിനും, പിന്നെ സൗബിന്റെ ഡാൻസ്, മോണിക്ക, പിന്നെ ആ
പൂജ വേറൊരാളുണ്ട് മലയാളത്തിൽ നിന്ന് അടി വാങ്ങിയ തമിഴിലോട്ട് ബാബുരാജ് എന്തിനാണ് ഇറങ്ങിയത്? ബാബുരാജ് എന്തിനാ ഇറങ്ങിയത്? അതായത് ബാബുരാജിന്റെ റോൾ എന്താ അറിയോ? അല്ല അതൊന്നും പറഞ്ഞില്ല തമിഴിലെല്ലാം. പിന്നെ അതിലും നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല. കാരണം ബാബുരാജ് ആളിങ്ങനെ വെറുതെ അതായത് കുറെ ഗുണ്ടകൾ നിൽക്കുമ്പോൾ അതിന്റെ ഇടയ്ക്ക് ഒരു മുഖം പരിചയമുള്ള ഒരു മുഖം അതുകൊണ്ട് ബാബുരാജ് വെടികൊണ്ട് ചാകാൻ വേണ്ടിട്ട് ഒരാൾ ഒറ്റ സീനേ ഉള്ളൂ. അതിൽ വെടികൊണ്ട് ചാകല്. ഇതാണ് ഡയലോഗും ഇല്ല. അല്ല പോട്ടെ അല്ല സംഭവം അമീർ ഖാന്റെ വെടിയുണ്ട്. അങ്ങനെ ഒരു ഇതുണ്ട്. അമീർ ഖാന്റെ വെടിയുണ്ട്. അല്ലല്ല ബാബുരാജിനൊന്നും കളിയാൻ ബാബുരാജിന്റെ അല്ല പോട്ടെ അതെല്ലാം വിട്. ഈ ചങ്ങായിന്റെ കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്. ഇത് സ്പോയിലറാ ചെയ്യുന്നത്. സ്പോയിലറാ? ഇത് സ്പോയിലറാണോ? ഇല്ല ബാബുരാജ് ഞാൻ ഒരു കാര്യം പറട്ടെ. ബാബുരാജ് വെടികൊണ്ട് പോകുന്നതൊന്നും സ്പോയിലർ അല്ല. അത് സ്പോയിലർ അല്ല. കാരണം ബാബുരാജ് ഈ പടത്തില് അത്രയും സൈഡാണ്. അതായത് ഈ പടത്തിൽ ഉണ്ടോ ഇല്ലയോ നമ്മള് മാത്രമേ ബാബുരാജിനെ കണ്ടുപിടിച്ചുള്ളൂ ഈ പടത്തില്. കാരണം ഒരു 1000 ഗുണ്ടകൾ കൂടി നിൽക്കുമ്പോ അതിന്റെ ഇടയ്ക്ക് ഒരു തല പരിചയമുള്ള അതില് വെടികൊണ്ട് പോകുന്ന അത് സ്പോയിലർ ഒന്നല്ല. നമ്മള് സ്പോയിലർ ഇല്ല സ്പോയിലർ പറയൂല. സ്പോയിലർ സ്പോയിലർ അല്ല. ഇതും സ്പോയിലർ അല്ല. നമ്മള് സ്പോയിലർ പറയുന്നില്ല. ഇനി സ്പോയിലർ പറയാൻ മാത്രം എന്താ സ്പോയിലർ? എന്താ ട്വിസ്റ്റ് അങ്ങനെ ഉണ്ടോ? എന്തോ 1-2 ട്വിസ്റ്റ് ഉണ്ട്. ഒരു ലൊട്ടട്ട് ഭയങ്കര പ്രഡിക്റ്റബിൾ രണ്ടെന്തോ ഇതുണ്ട്. പ്രഡിക്റ്റബിൾ ഷിറ്റ്സേ ഉള്ളൂ ഇതില്. ഇത്രയും ദിവസം കാത്തു നിന്നിട്ട് ഇങ്ങനെ ഒരു അപരാധം ഫ്ലോപ്പാണ്. അട്ടർ ഫ്ലോപ്പ് സംഭവം ഫ്ലോപ്പാ. ഇനി അടുത്തത് കാത്തുക. ഇനിയിപ്പൊ എനക്ക് LCU ഇതുമ്പോൾ LCUക്ക് കാത്തുക്കണം. ഇത് LCU ആയിട്ട് ബന്ധമില്ലാത്ത പടാണ് കേട്ടോ. ബന്ധമുണ്ടെന്നല്ല നമ്മളോട് പറഞ്ഞത്. ചിലപ്പോ ബന്ധം ഉണ്ടാവും. ഇനി നമ്മളറിയാത്ത ഹിഡൻ സാധനം കൊടുത്തിനാ അറിയില്ല. പക്ഷെ ഇതൊരു അമേരിക്കാന്റെ ടാറ്റു റോളക്സ് ആയിട്ട് ബന്ധമുണ്ട്. അമീർഖാന്റെ ടാറ്റു എന്തൊരു അമീർ ഖാനും അങ്ങനെ അമീർച്ച് പടേന് വേറൊരു ലെവലിലേക്ക് പോയത്. ന്യൂ കേസ് നോൺ ടോക്ക് അബൌട്ട് കൂലി. പിന്നെ നമ്മൾ കണ്ടിട്ട് നമ്മളെ ഒപ്പീനിയൻ നമുക്ക് പറയണ്ടേ? നമ്മൾ ഇത്രയും ദിവസം കാത്തുനിന്ന് കഷ്ടപ്പെട്ട് പോയിട്ട് കണ്ടിട്ട് പിന്നെ ഓണസ്റ്റ് ആയിട്ട് നമ്മളെ റിവ്യൂ പറയണ്ടേ? നമ്മളെ മെന്റൽ ഹെൽത്തിനെ ഇത് ബാധിച്ചിട്ടില്ലേ? പിന്നെ സ്റ്റോപ്പ്. ഓക്കെ അത് വിടാനാ പറയുന്നത്. എടാ മുത്തേ ഇന്ന് ഞാൻ ഒരു കാര്യം പെട്ട് ഞാൻ റിവ്യൂ പറയാനായിട്ട് ഞാൻ വന്നതാണ്. കൂലിന്റെ റിവ്യൂ പറയാനായിട്ട് ഞാൻ വന്നതാണ്. കാര്യമല്ല. കാരണം നമ്മൾ ഉറങ്ങി ഇന്നലെ ലൈവ് കഴിഞ്ഞിട്ട് ഞാൻ ഉറങ്ങിയിട്ടില്ല. മനസ്സിലായി? രാവിലെ ആയി. പിന്നെ രാവിലെ ഒരു മീറ്റിംഗ് ഉണ്ടായി. അതും കഴിഞ്ഞ് ഇങ്ങനെ പിന്നെ ഉച്ചക്ക് ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ എണീക്കൂലെന്ന് വിചാരിച്ചിട്ട് ഉച്ചക്ക് ഞാൻ ഉറങ്ങാണ്ട് ഇങ്ങനെ കാത്തു നിന്ന് പോയി വൈകുന്നേരം പോയി പടം കണ്ടതാണ് മുത്തേ. 5 മണീന്റെ ഷോ. എനിക്കങ്ങ് ഉറക്കം കിട്ടിയിട്ടുമില്ല. മറ്റേ സ്കൂളിൽ നിന്ന് ട്രിപ്പ് പോകൂലേ തലേന്ന്